കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേണ്ടേ? ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. ഈശ്വര, എവിടെ മണം? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചെത്തി. ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച? ഒരു കുളിയുടെ ശവം നാറിയിട്ട് പാടില്ല. ഇനി നാറോടാ. എന്തൊരു നാറ്റത്. ആദ്യം വലി നിർത്ത്, എന്നിട്ട് മതി ഉമ്മ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വാക്കാണ് റീഷൻ. റീഷൻ എന്ന് പറഞ്ഞാൽ ടു സ്മെൽ. അതായത് എന്തിന്റെങ്കിലും നമുക്ക് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. അപ്പോ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ചിക്കന്റെ ഒരു ഐറ്റം ഉണ്ടായിരിക്കും. അപ്പോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് പറയാം എസ് റീഷ്ഡ് nach ബിരിയാണി. അതായത് ബിരിയാണിയുടെ സ്മെല്ല് വരുമ്പോൾ. അപ്പം ഇതിന്റെ പലതരം കോഞ്ചുഗാക്സിയം നമുക്ക് നോക്കാം. അതായത് ഇഹ് ഞാനാണെങ്കിൽ, നീ ആണെങ്കിൽ, അവരാണെങ്കിൽ എങ്ങനെ വരുന്നു? ഇഹ് റീഹ്, ദു റീസ്റ്റ്, sie es riecht, wir riechen, ihr riecht, sie riechen, sie riechen. ഇനി ഇതിന്റെ പെർഫെക്റ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു വെച്ചാൽ ഹാബൻ ഗെറോഹൻ. ഇപ്പൊ ഹാബൻ നമ്മൾ കറക്റ്റ് ആയിട്ട് കോൺജുഗേറ്റ് ചെയ്തിട്ട് ഗെറോഹൻ കൂട്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ വേർബ്സ് ഒക്കെ നോക്കാം. ദർ ഗെറൂഹ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്മെല്ലിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. റീഷൻ നാഹ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എസ് റീഷ്ഡ് nach ബിയർ അല്ലെങ്കിൽ എസ് റീഷ്ഡ് nach ബിരിയാണി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതിന്റെ മണം നമുക്ക് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ മണം ഇവിടെ ഉണ്ട്. ഡുഫ്റ്റൻ എന്ന് പറഞ്ഞാൽ നല്ല സ്മെൽ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എസ് ഡുഫ്റ്റഡ് nach പെർഫ്യൂം അല്ലെങ്കിൽ എസ് ഡുഫ്റ്റഡ് nach റോസ എന്നും പറയാം. ഇനി der Gestank എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റിങ്സ് എന്നുള്ള മീനിങ് ആണ്. അപ്പം ഒരു നാറ്റം എന്നുള്ള പോലെയാണ്. അപ്പം Gestank ഫോം റൗഹ്. അടുത്ത stinken nach എന്ന് പറഞ്ഞാൽ അതും സെയിം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ വേർബ് ആണ്. എസ് stinkt nach ആൽക്കഹോൾ അല്ലെങ്കിൽ എസ് stinkt nach മ്യൂൾ. അതായത് ഗാർബേജിന്റെയും ആൽക്കഹോളിന്റെയും ഒക്കെ നാറ്റം അടിക്കുന്നു. ഇനി ഗറൂഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗറൂഹ് ഫോൺ എറ്റ്വാസ് എന്ന് പറയാം. അതായത് എന്തിന്റെങ്കിലും സ്മെൽ എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫോൺ വെച്ച് ഉപയോഗിക്കാം. അപ്പം ഉദാഹരണത്തിന് ഗറൂഹ് ഫോം പെർഫ്യൂം. അപ്പൊ ഇനി ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ ഇന്നസെന്റും ജഗതിയും ഒക്കെ നമ്മൾ ഈ പറയുന്ന ജർമ്മൻ വേർഡ് എല്ലാം പറയുന്ന പോലെ നമുക്ക് തോന്നും.